Hi viewers, welcome to Rahana's Magic Kitchen. This is Rahana Khalil. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് പാറ്റിയാണ്, ചിക്കൻ ആൻഡ് ചീസ് ഫിൽഡ് ബ്രെഡ് പാറ്റീസ്. നമുക്കാദ്യം ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രെഡ് കഷ്ണങ്ങൾ 8 എണ്ണം, മുട്ട 3 എണ്ണം, ഗ്രേറ്റ് ചെയ്ത ചീസ് 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, സാധാരണ സമോസയ്ക്കും റോളിനൊക്കെ വേണ്ടി നിങ്ങൾ ചെയ്യാറുള്ളത് പോലെ ചിക്കൻ കൊണ്ട് മസാല ഉണ്ടാക്കിയത് ആവശ്യത്തിന്, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, ചില്ലി ടൊമാറ്റോ പൗഡർ 2 ടേബിൾ സ്പൂൺ, തേങ്ങാപ്പാൽ ആവശ്യത്തിന്, ബ്രെഡ് ക്രംസ് ആവശ്യത്തിന്. ഇനി ഒരു പാത്രത്തിൽ 8 ബ്രെഡ് സ്ലൈസസ് കൈകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. ഈ നുറുക്കിയെടുത്ത ബ്രെഡിലേക്ക് 2 മുട്ടയും ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. ഇത് കുഴച്ചെടുക്കുമ്പോൾ അതിൽ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാർഡായിട്ട് വരുന്നുണ്ടെങ്കിൽ അല്പം തേങ്ങാപ്പാലും കൂടി ചേർത്ത് വീണ്ടും കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക. കുഴച്ച് വെച്ചതിൽ നിന്നും അല്പം കയ്യിലെടുത്ത് പരത്തി ഗ്രേറ്റ് ചെയ്ത ചീസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ വെച്ച് ചെയ്ത മസാല ഇടുക. എന്നിട്ട് കൈകൊണ്ട് ഉരുട്ടി ബോൾസ് ഉണ്ടാക്കി ജസ്റ്റ് പ്രസ് ചെയ്ത് പാറ്റീസ് ഉണ്ടാക്കുക. അങ്ങനെ ബ്രെഡ് വെച്ച് പാറ്റീസ് ഉണ്ടാക്കി ഇനിയൊരു മുട്ട എടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് പാറ്റീസ് ഓരോന്നായിട്ട് മുട്ടയിൽ മുക്കിയെടുക്കുക. ശേഷം ബ്രെഡ് ക്രംസിൽ ഉരുട്ടിയെടുക്കുക. ഇനി നമുക്ക് ഈ പാറ്റീസ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനാദ്യം ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ പാറ്റീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഡീപ്പ് ഫ്രൈ ചെയ്യാം. നമ്മൾ ഈ ഫ്രൈ ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ അതിലേക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എണ്ണ ചൂടാവുന്നതിന് മുമ്പേ ഇട്ട് കൊടുത്താൽ അതിന് പാറ്റീസ് ആവട്ടെ കട്ട്ലറ്റ്സ് ആവട്ടെ എന്തോ ആവട്ടെ ഇട്ട് കൊടുത്താൽ അത് നല്ലോണം എണ്ണ കുടിക്കും. അപ്പോൾ എന്താ പറ്റുക വെച്ചാൽ അതത്ര ഹെൽത്തി അല്ല. മാത്രമല്ല അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്ന് മടുക്കും എണ്ണ നല്ലോണം കുടിച്ചു കഴിഞ്ഞാൽ. നമ്മുടെ പാറ്റീസ് നന്നായിട്ട് മൊരിഞ്ഞ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അലങ്കരിച്ച് വെച്ച ഒരു സെർവിങ് ഡിഷിലോട്ട് ഈ കോരിയെടുത്ത പാറ്റീസൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിനൊരു മയണൈസിൻ്റെ കൂടെയോ സോസിൻ്റെ കൂടെയോ ഒക്കെ ചൂടോടെ വിളമ്പാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത ബ്രെഡ് പാറ്റീസിൻ്റെ ഫോട്ടോസും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ FB പേജ് റഹാനാസ് മാജിക് കിച്ചണിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.